ഹലോ എവ്രി വൺ, വെൽക്കം ടു യാനിസ്റ്റ. ഇന്നൊരു സിമ്പിൾ ബിഗിനർ ഫ്രണ്ട്ലി ക്രോഷറ്റ് പേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ക്രോഷറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊജക്റ്റാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നമ്പർ 3 ക്രോഷറ്റ് യാണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് യാൺ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിന് 3.5 mm ഹുക്കാണ് ഞാൻ എടുത്തത്. യാൺ സൈസ് അനുസരിച്ചുള്ള ഹുക്ക് സൈസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു യാൺ നീഡിലാണ്. യാൺ നീഡിൽ എന്ന് പറയുന്നത് വലിയ ഹോളുള്ള നീഡിലാണ്. യാൺ കോർത്തെടുക്കാൻ പറ്റുന്ന ഇങ്ങനൊരു നീഡിൽ കൂടെ വേണം. പിന്നെ വേണ്ടത് ഒരു ബട്ടണാണ്. ഞാനിപ്പോൾ ഒരു വുഡൻ ബട്ടണാണ് എടുത്തിട്ടുള്ളത്. ഇതോടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മാജിക് റിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാജിക് റിങ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാം. ഈ ഒരു രീതിയിൽ 2 വിരലിൻ്റെ മുകളിലായിട്ട് യാൺ ഇങ്ങനെ ചുറ്റിയെടുക്കണം. നമ്മുടെ വിരലിൻ്റെ പുറകു വശത്ത് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന രീതിയിൽ വേണം ചുറ്റാൻ. അതിനുശേഷം ഫസ്റ്റ് കാണുന്ന സ്റ്റാൻഡിൻ്റെ അടിയിലൂടെ ഹുക്ക് ഇട്ടിട്ട് അടുത്ത സ്റ്റാൻഡ് വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. വീഡിയോയിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു സ്റ്റാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയിൻ 1 നമ്മൾ ചെയ്യണം. ഇത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പ്രാക്ടീസ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആദ്യം ചെയ്യുമ്പോൾ ഒരു ഡിഫിക്കൽട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു രീതിയിൽ ഞാൻ മാജിക് റിങ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ചെയിൻ കൂടെ ഇടുക. ചെയിൻ 2ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ചസ് ആണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ചെയിൻ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി മാജിക് റിങ്ങിലേക്ക് 2 ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് കൂടെ ചെയ്യാൻ പോവുകയാണ്. ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ചിൻ്റെയും വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് റെഫർ ചെയ്യുക. ഇങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയിൻ 2നെ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം മൊത്തം 2 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ 2ഉം കൂടി ചേർത്തിട്ട് 3 ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് നമ്മളിവിടെ ഇതിനെ കൺസിഡർ ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ 2 ആണ്. വെറുതെ ചെയിൻ 2 ചെയ്യാം. ഇനി നമുക്ക് ഇതേ റിങ്ങിലേക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടെ ചെയ്യാൻ പോവാണ്. മാജിക് റിങ്ങിലേക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് കൂടെ ആഡ് ചെയ്യാം. 1 2 ആൻഡ് 3. അത് കഴിഞ്ഞാൽ ഇനി വീണ്ടും ചെയിൻ 2 ആണ്. ഈ ഒരു ചെയിൻ 2 സ്പേസസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചെയിൻ 2 ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത്? 3 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യാം. 1 2 3. നെക്സ്റ്റ് ഇനി ചെയിൻ 2. ഇനി ഒരു തവണ കൂടെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ടോട്ടൽ 4 സെറ്റാണ് കേട്ടോ ഉണ്ടാവുക. 1 2 3. ഓക്കെ, ഇപ്പം നമുക്ക് 4 സെറ്റ് 3 ഡബിൾ ക്രോഷ്യയുടേത് കിട്ടും. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് അതിനെ ജോയിൻ ചെയ്യണം. അതിനൊരു ചെയിൻ 2 കൂടെ ചെയ്യണം, എന്നാലേ ആ സ്പേസിങ് കറക്റ്റ് ആവുള്ളൂ. ചെയിൻ 2 ചെയ്യാം. ഇനി നമുക്ക് മാജിക് റിങ് ക്ലോസ് ചെയ്യണം, എന്നിട്ട് വേണം അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മാജിക് റിങ് ക്ലോസ് ചെയ്യാൻ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയില്ലേ? ആ ബാക്കിലുള്ള ടൈ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ മാജിക് റിങ് ഫുള്ളായിട്ട് ക്ലോസ് ആയിട്ട് കിട്ടും. ചെറുതായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക്, അതായത് നമ്മുടെ ചെയിൻ 2 ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് വരുന്നത്. അതിൻ്റെ ടോപ്പ് പോർഷനിൽ കാണുന്ന സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നോക്കുക. ടോപ്പിൽ കാണുന്ന സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒന്ന് യാൺ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. ഇതിലിനി നമ്മൾ യാൺ ഓവർ ഒന്നും ചെയ്യാതെ ആദ്യത്തെ ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ചായി, അത് ജോയിനായി. ഇനി നമ്മൾ സെൻറ്ററിൽ ആ ഹോള് പോലെ കാണുന്നുണ്ടാവും, അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ ടെയിൽ എൻഡ് നന്നായിട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ള് ക്ലോസ് ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ഈ റൗണ്ട് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഡബിൾ ക്രോഷ്യയുടെ 4 സെറ്റും കിട്ടും. അതേപോലെ 4 ചെയിൻ 2 സ്പേസും കിട്ടും. ഇനി ഈ റൗണ്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഒരു ചെയിൻ 1 കൊടുക്കുക, എന്നിട്ട് നൂല് കട്ട് ചെയ്ത് കളയുക, എന്നിട്ട് അത് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ റൗണ്ട് 1 ഫിനിഷ് ആയത് കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഇതൊരു ചെയിൻ 2 സ്പേസ് ആണ്. ഈ രീതിയിൽ 1 2 3 4 സ്പേസ് ഉണ്ട്. നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ. ഈ കളർ 2 അറ്റാച്ച് ചെയ്യാണ്. അതിന് ഒരു ചെയിൻ 2 സ്പേസിലൂടെ, അതായത് നമ്മളിപ്പം നിർത്തിയിട്ടുള്ള ആ ഒരു ഏരിയയിൽ നമുക്ക് വെട്ടിക്കളഞ്ഞ നൂല് കാണാം. ആ ചെയിൻ 2 സ്പേസിലൂടെ അടുത്ത കളർ ഇങ്ങനെ ബാക്കോട്ട് കോർത്തെടുക്കുക, ഫ്രണ്ടിൽ നിന്ന് ബാക്കോട്ട്. അതിനുശേഷം 1 2 തവണ ഒന്ന് കെട്ടിക്കൊടുക്കുക.
അപ്പോൾ നമ്മുടെ പുതിയ കളറ് അവിടെ അറ്റാച്ച്ഡായി. ഇതിൽ ഞാൻ ടോട്ടൽ 4 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 2 എണ്ണം ആണെങ്കിൽ അങ്ങനെ, 4 എണ്ണം ആണെങ്കിൽ അങ്ങനെ. ഇനി നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ ചെയിൻ 2 സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ബേജ് കളർ യാണ് ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ ചെയിൻ 1 പോലെ നമ്മുടെ ഹുക്കിൽ വരും. ഇനി നമ്മളൊരു ചെയിൻ 2 ചെയ്യാം. ഇനി നമ്മൾ ഡബിൾ ക്രോഷ്യ ആയതുകൊണ്ടാണ് ചെയിൻ 2 ചെയ്യുന്നത്, ആ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ആ ചെയിൻ 2 ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മളൊരു കോർണർ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് കൂടി ഇടുക. അപ്പോൾ ടോട്ടൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുക. കോർണർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്നത് 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ ആണ്. അതിന് ചെയിൻ 2 ഇട്ടു. ഇനി ഒരു 3 ഡബിൾ ക്രോഷ്യയും കൂടി സെയിം സ്പേസിൽ, ആ ചെയിൻ 2 സ്പേസിൽ തന്നെയാണ് ഇതെല്ലാ സ്റ്റിച്ചും ചെയ്യുന്നത്. ഇപ്പം 3 ഡബിൾ ക്രോഷ്യ കൂടെ ആ ചെയിൻ 2 സ്പേസിൽ നിങ്ങൾ ചെയ്യണം. ഇപ്പം കണ്ടോ, ഇതൊരു ഫസ്റ്റ് കോർണറാണ് നമ്മുടെ. ഇനി അടുത്ത കോർണർ ചെയ്യുന്നത് അടുത്ത ചെയിൻ 2 സ്പേസിലാണ്. കോർണർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇനി ചെയിൻ ഒന്നും ഇടാണ്ട് ഡയറക്റ്റ് ആയിട്ട് ആ സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ്. 3 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. 1 2 3. പിന്നെ ഒരു ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ 1 2 3. കണ്ടോ, അടുത്ത കോർണറും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതേപോലെ ബാക്കി വരുന്ന 2 ചെയിൻ 2 സ്പേസോടെ ഉണ്ട്. അവിടെ കൂടെ ഇതേ പ്രോസസ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. അതായത് 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ഞാൻ മൊത്തം 4 സ്പേസിൽ അത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. അതായത് നമ്മൾ ആദ്യം ചെയ്ത ആ ചെയിൻ 2ൻ്റെ ടോപ്പിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഒരു ലൂപ്പ് വലിച്ചെടുക്കുക, അത് മറ്റേലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ചായി. ഈ റൗണ്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നേരത്തെ പോലെ ചെയിൻ 1 ചെയ്യുക, യാൺ കട്ട് ചെയ്ത് കളയുക. ഇനി അടുത്ത കളർ അറ്റാച്ച് ചെയ്യുക. അടുത്ത കളർ ആ യാൺ കട്ട് ചെയ്ത് മാറ്റിയ ആ സ്പേസ് തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് കളർ അറ്റാച്ച് ചെയ്യേണ്ടത്. ഇതേപോലെ 1 2 തവണ നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ കളർ അറ്റാച്ചായി. ഇനി നമുക്കിവിടെ 4 കോർണേഴ്സും 4 സ്പേസും ഉണ്ടാവും. ഇപ്പം ഞാൻ യാൺ ചെയ്ത് വെച്ചത് ഒരു സ്പേസിലാണ്, കോർണറല്ല ഇത്. കോർണറിലാണ് നമ്മൾ 6 സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം ചെയിൻ 2 ചെയ്യുക. അതിനൊരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അതേ സ്റ്റിച്ചിലേക്ക്, അതേ സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത നമുക്കൊരു കോർണറാണ് ചെയ്യാനുള്ളത്. കോർണർ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ വരുന്ന ആ സ്പേസ് തന്നെയാണ് കോർണർ സ്പേസ് എന്ന് പറയുന്നത്. കോർണറിൽ നമ്മൾ ചെയ്യേണ്ടത് 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ. എല്ലാ കോർണറിലും ഇതേപോലെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. എല്ലാ റൗണ്ടിലും ഇതേപോലെ തന്നെയാണ്. അതായത് ഒരേ സ്പേസ് തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ ഇത് റിപ്പീറ്റ് ചെയ്യുക. കോർണർ അല്ലാത്ത സ്പേസുകളിലൊക്കെ വെറും 3 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെയാണ് ഇനി റൗണ്ടുകൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ഒരു കോർണർ കിട്ടി. ഇനി അടുത്തത് സ്പേസ് ആണ്, കോർണർ അല്ല. അപ്പോൾ സ്പേസിൽ ചെയ്യേണ്ടത് 3 ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും കോർണർ വന്നു. കോർണർ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ. ഈ ഒരു രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 കോർണറും 4 സ്പേസസും കിട്ടും. അത് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ആ ചെയിൻ 2ലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, യാൺ കട്ട് ചെയ്ത് കളയുക, വലിച്ചെടുക്കുക. ഈ റൗണ്ടിൽ നമുക്ക് 4 കോർണറും അതേപോലെ 8 സ്പേസസും വരും. ഓക്കെ, ഇനി ഈ ഒരു രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി അടുത്ത യാൺ അറ്റാച്ച് ചെയ്യണം. അടുത്ത യാൺ ഞാനൊരു പിങ്കാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെ ആ ഒരു ഫിനിഷ് ചെയ്ത ആ ഒരു സ്പേസിൽ ഇതേപോലെ കോർത്തെടുക്കുക. എന്നിട്ട് ചെയിൻ 2 ചെയ്യുക. ഇതൊരു സ്പേസ് ആണ്, ഇത് കോർണർ അല്ല. ഓൾറെഡി നമ്മൾ ചെയിൻ 2 ചെയ്തു, അതുകൊണ്ട് 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുക. അടുത്തതും സ്പേസ് ആണ്. സ്പേസിൽ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്യാം. ഇനി വരുന്നത് കോർണറാണ്. കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ. കണ്ടോ,
ഈ ഒരു രീതി. ഇനി 2 സ്പേസ് വരും, പിന്നെ ഒരു കോർണർ വരും. 2 സ്പേസ്. ഇത് ഓരോ ലെയറും കൂടുന്നതിനനുസരിച്ച്, ഓരോ റോ കൂടുന്നതിനനുസരിച്ച് സ്പേസസ് കൂടി വരും. കോർണർ എപ്പോഴും 4 എണ്ണം തന്നെയാണ് ഉണ്ടാവുക. ഈ ഒരു റോ കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, യാൺ കട്ട് ചെയ്ത് കളയാം. അപ്പം ഒരു റോ കൂടെ നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഈ ഒരു റോയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് 4 കോർണേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ 3 സ്പേസസ് നമുക്ക് കാണാം. അപ്പോൾ ഇനി അടുത്ത റൗണ്ട് ചെയ്യുമ്പോൾ 3 സ്പേസസിലും നമ്മൾ ഡബിൾ ക്രോഷ്യ 3 ചെയ്യണം. കോർണേഴ്സിൽ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ. ഈ ഒരു രീതിയിലാണ് ഇനി അങ്ങോട്ട് ലെയേഴ്സ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓരോ റോ കൂടുമ്പോഴും ഈ സ്പേസസ് കൂടി വരും എന്നുള്ള കാര്യം മറക്കരുത്. കോർണേഴ്സ് എപ്പോഴും 4 എണ്ണം തന്നെയാണ് ഉണ്ടാവുക. നെക്സ്റ്റ് ഞാനൊരു ബ്ലൂ കളർ ഇതേപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു സ്പേസിലാണ്. അവിടെ ചെയിൻ 2 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ ഒരു രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. കോർണേഴ്സിൽ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ. കണ്ടോ? ഇങ്ങനെയാണ് ഇനി ചെയ്യേണ്ടത്. ഈ ഒരു ലെയറും ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചുള്ള ലെയേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. കോർണറിൽ എപ്പോഴും കോർണർ സ്റ്റിച്ച് തന്നെ ചെയ്യുക. സ്പേസസിൽ എപ്പോഴും 3 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ടോട്ടൽ 8 റോസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി 8 റോ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ 8 റോസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? നമ്മൾ ഓരോ റോ കഴിയുന്നതിനനുസരിച്ച് സ്ക്വയർ വലുതായി വരും. ഇപ്പം ലാസ്റ്റ് നമുക്ക് 6 സ്പേസസും 4 കോർണേഴ്സും ആണ് വന്നിട്ടുള്ളത്. 8 റോയിൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കട്ട് ചെയ്തിട്ടുള്ള എൻസൊക്കെ വീവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ യാൺ നീഡിലിട്ട് ബാക്കിലേക്ക് തുന്നി വെക്കാം, അല്ലെങ്കിൽ ഹുക്ക് യൂസ് ചെയ്തിട്ട്, ഞാനിപ്പോൾ ഹുക്ക് യൂസ് ചെയ്തിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ എടുത്ത് ജസ്റ്റ് നോട്ടിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കൊന്ന് സെക്യൂർ ആയെന്ന് തോന്നുന്ന വരെ ഇത് ചെയ്യാം. ഞാനൊരു 2 തവണയേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളയാം. ഏറ്റവും ടോപ്പിലുള്ളത് ഫിനിഷ് ചെയ്താൽ പിന്നെ നമ്മൾ സെൻറ്ററിലുള്ള ഈ മാജിക് റിങ്ങിൻ്റെ യാണൻ്റെ ആണ് ഫിനിഷ് ചെയ്യേണ്ടത്. അതും ഇതേപോലെ ബാക്ക് സൈഡിലേക്ക് ചെയ്യണേ. ഇതേപോലെ കോർത്തെടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പ്രയാസമുണ്ടെന്ന് തോന്നുക, യാൺ നീഡിൽ കോർത്തിട്ട് ബാക്കിലേക്ക് തുന്നി ഉറപ്പിച്ച് കൊടുത്താൽ മതിയാവും. ഇനി ബാക്കിയുള്ള പോർഷൻസൊക്കെ നമുക്ക് ജസ്റ്റ് കെട്ടിക്കൊടുത്താൽ മതി. 2 നൂല് വെച്ച് നമുക്ക് കാണാൻ പറ്റും. അടുത്തടുത്ത് കാണുന്ന 2 യാണ് നമ്മൾ കെട്ടുക, എന്നിട്ട് കട്ട് ചെയ്ത് കളയുക. ആ രീതിയിൽ ഫിനിഷ് ചെയ്യാം. ഇതിപ്പോൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ? ഇത് ബാക്ക് സൈഡിൽ വേണേ ഫിനിഷ് ചെയ്യാൻ, അത് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ഇത് പേഴ്സ് പോലെ തുന്നിയെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് ഒരു യാൺ നീഡിൽ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്ത കളർ ഏതാണോ ആ കളർ യാൺ നീഡിൽ എടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ടോപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. ടോപ്പിൽ നമുക്ക് ചെയിൻ 2 സ്പേസസ് കാണാം. അടുത്തടുത്തുള്ള 2 ചെയിൻ 2 സ്പേസസിലേക്കാണ് ഞാനിതിങ്ങനെ കോർത്തെടുക്കുന്നത്. കോർണറില്ലേ നമ്മൾ നേരത്തെ ചെയ്ത ആ കോർണറിൻ്റെ ആ ചെയിൻ 2 സ്പേസസിലൂടെ ഇത് കോർത്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക. 1-2 തവണ കോർത്താൽ അത് ലോക്കായിട്ട് കിട്ടും. ഓക്കെ. ഇനി നമ്മൾ ഇത് തുന്നി ചേർക്കാൻ പോവാണ്. തുന്നുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറ്റത്ത് കാണുന്ന 2 സ്ട്രാൻഡുകൾ തമ്മിലാണ് തുന്നേണ്ടത്. മൊത്തം ഇതിപ്പം നമുക്ക് ചെയിൻ പോലെ കാണാൻ പറ്റും. മൊത്തം ചെയിനിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സൂചി ഇൻസേർട്ട് ചെയ്യുന്നില്ല. അറ്റത്ത് കാണുന്ന 2 സ്ട്രാൻഡിലൂടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഒരേ ഡയറക്ഷനിലാണ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടല്ല, ഒരേ ഡയറക്ഷനിൽ ചെയ്താലേ ഇതിന് ഉറപ്പ് കിട്ടുള്ളൂ, കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പുറത്തുനിന്ന് ചെയ്തിട്ട് പിന്നെ അപ്പുറത്തുനിന്ന് തന്നെ തുടങ്ങണം. അല്ലാതെ ഇപ്പുറത്തുനിന്ന് തുടങ്ങി കഴിഞ്ഞാൽ അത് വേറെ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഹോൾസ് കാണാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്യാം. നിങ്ങൾ 2 ചെയിനിൻ്റെ ഉള്ളിലൂടെയും ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ ഇത് കണ്ടിന്യൂ ചെയ്യുക. വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് തുന്നുന്നത് എന്നുള്ളത്. അതേപോലെ അത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക.
അതിൻ്റെ മറ്റേ അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ 2 തവണ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് ലോക്ക് ചെയ്യണം. നന്നായിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നൂലിനെ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് ബാക്ക് സൈഡിൽ ഫിനിഷ് ചെയ്ത് കട്ട് ചെയ്ത് കളയാം. ഇനി അടുത്ത സൈഡും ഇതേ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ അടുത്തടുത്ത് കാണുന്ന ആ കോർണേഴ്സിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ സൂചി ഇൻസേർട്ട് ചെയ്ത് ഒന്ന് ലോക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേ പ്രോസസ്സ് തന്നെയാണ്. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇതേപോലെ കിട്ടും. ഇപ്പം തന്നെ അതൊരു പേഴ്സിൻ്റെ ഫോമിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ 2 ടൈലൻഡ് കാണാം, അത് ഒന്ന് ഫിനിഷ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് അത് നന്നായിട്ട് ലോക്ക് ചെയ്യാം. പിന്നീട് അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിന് ബട്ടൺ വെക്കുക എന്നുള്ളതാണ്. അതിന് ബട്ടൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഓൾറെഡി ഇതേപോലെ യാണ് കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് പൊസിഷൻ ചെയ്യാം. നമുക്ക് ബട്ടണിന് ഹോൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒരു ചെയിൻ ടു കോർണർ മുകളിലുണ്ടാവും. അതിനുള്ളിലൂടെ പോകുന്ന ബട്ടൺ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്ര കുഞ്ഞു ബട്ടൺ വേണമെന്നില്ല, അതിൻ്റെ കുറച്ചുകൂടി വലുപ്പമുള്ള ബട്ടണും അതിനുള്ളിലൂടെ പോകും. അത് ചെയ്ത് നോക്കുക. ഇനി ബട്ടൻ്റെ എൻഡ്സ് ബാക്കിലേക്ക് വലിച്ചെടുക്കുക. ഹുക്ക് യൂസ് ചെയ്ത് വലിച്ചെടുക്കുക നിങ്ങൾക്ക്. എന്നിട്ട് ബാക്കിൽ നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പം ബട്ടൺ അവിടെ ഉറയ്ക്കും. പിന്നെ ആ ബട്ടൻ്റെ ആ സ്റ്റാൻഡ് കൂടെ ബാക്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കണം. അത് ലോക്ക് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷായെന്ന് നമുക്ക് പറയാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സാണിത്. നിങ്ങൾ അബ്സല്യൂട്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനിലും ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് കാർഡ് വാലറ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം, പൈസ ഇട്ട് വെക്കാൻ എടുക്കാം. മൾട്ടിപർപ്പസ് ആയിട്ടുള്ളൊരു പേഴ്സ് കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതേപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്